ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂളാണ്. പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം. ആ സ്ത്രീ അവൾ പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ച് അവിടെ വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്നൊരു പ്രോസസ്സിനെ ഇവിടുത്തെ കുറേ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറേ രക്ഷകർത്താക്കളെ ഇതിങ്ങനെ പ്രഷർ കയറ്റി വെച്ച് അതോടുകൂടി ആദ്യ കയറി പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ തന്നെ എനിക്കെന്തോ മാരക രോഗമാണെന്നൊരു പെൺകുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് ഇതിനെ ഇങ്ങനെ പേടിപ്പിച്ച് 9 മാസം ഇതിന് പ്രസവിക്കാനും പറ്റാതെ സിസേറിയനുമായി ആകെ കോംപ്ലിക്കേറ്റഡ് ആക്കി വയ്ക്കും. നമസ്കാരം. സിനിമാ കവിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ ഗർഭധാരണം ഒരിക്കൽ സന്തോഷത്തിന്റെ ആഘോഷമായിരുന്ന ഒരു ഘട്ടം ഇന്ന് ഭയവും ആശങ്കയും നിറഞ്ഞ അനുഭവമായി മാറിയിരിക്കുകയാണോ? അഖിൽ മാരാറിന്റെ പുതിയ പരാമർശം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ ഗർഭധാരണത്തെക്കുറിച്ചുള്ള സമൂഹത്തിന്റെ സമീപനം, ആശുപത്രികളും ആധുനിക ചികിത്സയും അതിനെ എങ്ങനെ മാറ്റി, അഖിൽ മാരാർ ഉയർത്തിയ വാദങ്ങൾ എല്ലാം വിശദമായി നോക്കാം. ഒരു കാലത്ത് കേരളത്തിൽ ഗർഭധാരണം ഒരു സ്വാഭാവികവും സന്തോഷകരവുമായ ഘട്ടമായിരുന്നു. മുത്തശ്ശിമാർ പണ്ടത്തെ പെൺകുട്ടികൾക്ക് ധൈര്യം കൊടുക്കാൻ വേണ്ടി ഒരു പ്രചോദനത്തിനായി ചില കഥകൾ പറയാറുണ്ടായിരുന്നു. അതൊക്കെ സത്യമായ സംഭവങ്ങളായി അല്ല, മറിച്ച് തമാശയുടെയും ഒരു ഉത്സാഹം നൽകാനും പറഞ്ഞിരുന്ന കഥകളായിരുന്നു. എന്നാൽ ഇന്ന് ചിലർ അത് സീരിയസ് ആയിട്ടുള്ള സംഭവങ്ങളായി കാണുന്നു. അഖിൽ മാരാർ പറയുന്നത് പോലെ ആ കഥകളെല്ലാം യഥാർത്ഥ സംഭവങ്ങളല്ല. അത് സ്ത്രീകൾക്ക് ധൈര്യം നൽകാനും ഒരു പോസിറ്റീവ് മനോഭാവം നൽകാനും വേണ്ടി പറഞ്ഞിരുന്നവയാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് മെഡിക്കൽ ഇടപെടലുകൾ കൂടുകയും ഭയപ്പെടുത്തുന്ന വിവരങ്ങൾ കൂടുകയും ചെയ്തപ്പോൾ അതേ കാര്യങ്ങൾ തന്നെ ഒരു ഗർഭകാലം മുഴുവൻ ഭയമായ അനുഭവമായി മാറുന്നു. അഖിൽ മാരാർ പറയുന്നത് ആശുപത്രികളുടെ വരവോടെ ഗർഭധാരണത്തെ ഒരു സങ്കീർണ മെഡിക്കൽ പ്രോസസ്സായി കാണാൻ തുടങ്ങി എന്നതാണ്. ഇന്ന് പല സ്ത്രീകളും ചെറിയ കാര്യങ്ങൾ പോലും ഭയപ്പെടുന്നു, ഡെലിവറി ഒരു അപകടകരമായ കാര്യമായി കാണുന്നു. ഈ മാറ്റം സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അഖിൽ മാരാർ ശക്തമായി പറയുന്ന ഒരു കാര്യം ആശുപത്രികൾ പലപ്പോഴും അനാവശ്യ ഭയം സൃഷ്ടിക്കുന്നു എന്നതാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഡെലിവറി നാച്ചുറലായ ഒരു പ്രക്രിയയാണ്, പക്ഷേ ഹോസ്പിറ്റൽസ് അത് റിസ്കി ആയി ചിത്രീകരിക്കുന്നു. അതിന്റെ ഫലം സ്ത്രീകൾക്ക് സ്ട്രെസ് കൂടുന്നു, ആങ്സൈറ്റി കൂടുന്നു, പലപ്പോഴും നിർബന്ധിതമായി സി സെക്ഷൻ തിരഞ്ഞെടുക്കുന്നു. ഇവിടെ മറ്റൊരു പ്രധാന വിഷയം സമൂഹത്തിന്റെ പ്രതീക്ഷകൾ. ഇന്ന് സ്ത്രീകൾക്ക് നേരിടാൻ വരുന്ന സമ്മർദ്ദം, പെർഫെക്റ്റ് മദർ ആവണം, സേഫ്റ്റി ഡെലിവറി വേണം, കോംപ്ലിക്കേഷൻ ഇല്ലാതെ വേണം. ഈ സമ്മർദ്ദങ്ങൾ സ്ത്രീകളുടെ ആത്മവിശ്വാസവും കുറയ്ക്കുന്നു, മദർഹുഡ് എക്സ്പീരിയൻസിന്റെ സന്തോഷം കുറയ്ക്കുന്നു. ഈ മാറ്റങ്ങളുടെ മാനസിക ഫലവും വലുതാണ്. ഭയം, ആശങ്ക, സ്ട്രെസ് ഇവയെല്ലാം പ്രഗ്നൻസി എക്സ്പീരിയൻസിനെ ബാധിക്കുന്നു. അഖിൽ മാരാർ പറയുന്നു, മെഡിക്കൽ നെറേറ്റീവ് സ്ത്രീകളെ കൂടുതൽ ഭയപ്പെടുത്തുന്നു, അതുകൊണ്ട് നാച്ചുറൽ പ്രോസസ് കോംപ്ലിക്കേറ്റഡ് ആകുന്നു എന്നതാണ്. പഴയ കാലത്ത് കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഉണ്ടായിരുന്നു, സ്ത്രീകൾ പരസ്പരം സഹായിച്ചിരുന്നു. ഇന്നെല്ലാം ഹോസ്പിറ്റൽസ് ഡിപെൻഡന്റ് ആണ്, കൊമേഴ്ഷ്യലൈസ്ഡ് സിസ്റ്റം. അഖിൽ മാരാർ പറയുന്നത് ചൈൽഡ് ബർത്ത് ഒരു ബിസിനസ് പോലെ മാറിയിരിക്കുന്നു എന്നതാണ്. അതേസമയം ഇന്നത്തെ സ്ത്രീകൾക്ക് കൂടുതൽ അറിവുണ്ട്, കൂടുതൽ അവയർനെസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാൻ കഴിയുന്നു. പക്ഷേ ഫിയർ ഇല്ലാതെ തീരുമാനങ്ങൾ എടുക്കാൻ സമൂഹം സപ്പോർട്ട് ചെയ്യണം എന്നതാണ് സന്ദേശം. അവസാനമായി അഖിൽ മാരാർ പറയുന്നത് ഗർഭധാരണം ഒരു സ്വാഭാവികവും സന്തോഷകരവുമായ അനുഭവമാണ്, അത് ഭയപ്പെടുത്തുന്ന ഒന്നാക്കി മാറ്റരുത് എന്നതാണ്. എന്നാൽ ഇതൊരു വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഹോസ്പിറ്റൽസ് ആവശ്യമോ അല്ലെങ്കിൽ നാച്ചുറൽ അപ്രോച്ച് ആണോ നല്ലത്? കമന്റ് ചെയ്യൂ, വീഡിയോ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ മറക്കരുതേ.